കൊച്ചിയിൽ സൊമാറ്റോ ഫുഡ് ഡെലിവറി ബോയ്ക്ക് പെട്രോൾ പമ്പ് ജീവനക്കാരുടെ ക്രൂരമർദ്ദനം. പാതാളം കുറ്റിക്കാട്ടുകര സ്വദേശി മഹേഷ് എമ്മിനാണ് പരിക്കേറ്റത്. പെട്രോൾ നിറച്ചതുമായി ബന്ധപ്പെട്ട തർക്കമാണ് മർദ്ദനത്തിലെത്തിയത്. എസ് ശ്രീകാന്ത് വിവരങ്ങൾ നൽകുന്നു കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, പറയൂ വിശദാംശങ്ങൾ. എസ്കെൻ, ഈ കയ്യാങ്കളിയിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അതായത് സൊമാറ്റോ ഡെലിവറി ബോയ്ക്ക് പെട്രോൾ പമ്പ് ജീവനക്കാരുടെ ക്രൂരമർദ്ദനം ഉണ്ടായി എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. പെട്രോൾ നിറച്ചതുമായി ബന്ധപ്പെട്ട് ഒരു തർക്കം നടന്നു. ആ തർക്കത്തെ തുടർന്നായിരുന്നു മർദ്ദനം. 4 അംഗ ഇതര സംസ്ഥാന തൊഴിലാളികൾ ട്രാഫിക് ഡിവൈഡറുകൾ വെച്ച് അടിച്ച് തല പൊട്ടിച്ച് കളയുകയാണ് ഉണ്ടായത്. ഈ ഫുഡ് ഡെലിവറി ബോയിയുടെ പാതാളം കുറ്റിക്കാട്ടുകര വള്ളോപ്പിള്ളിൽ വീട്ടിൽ മഹേഷിനാണ് പരിക്കേറ്റത്. 18 വയസ്സാണ് മഹേഷിനുള്ളത്. ഇതിൽ കാരണമായി പറയുന്നത്, ഇത് ഞായറാഴ്ച രാത്രി 9 മണിക്ക് ഈ ദേശീയപാതയിലെ മുട്ടത്തെ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിലാണ് സംഭവം ഉണ്ടായത്. ഇതിൽ കേസെടുത്തിട്ടുണ്ട് ആലുവ ഈസ്റ്റ് പോലീസ്. ഇതിന് കാരണം പറയുന്നത്, മഹേഷ് അതിന് തൊട്ടടുത്തായി പമ്പിന് തൊട്ടടുത്തായി ഒരു ഹോട്ടലിൽ ഡെലിവറി ചെയ്യുകയായിരുന്നു. ഇതിനിടയിൽ 100 രൂപയുടെ എണ്ണ അടിക്കാൻ കയറി. അവിടെ എത്തിയപ്പോൾ ഈ മൊബൈലിൽ പാട്ട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഈ എണ്ണ അടിച്ചുകൊണ്ടിരുന്ന പമ്പിലെ ഇതര സംസ്ഥാന തൊഴിലാളിയായ ജീവനക്കാരൻ. അയാൾ ഈ 300 രൂപയിൽ പുറത്ത് ഇതിൽ പെട്രോൾ അടിക്കുകയും ചെയ്തു. പക്ഷേ മഹേഷ് അത് കണ്ടപ്പോൾ താൻ അത്രയും പൈസയ്ക്ക് അടിക്കാൻ പറഞ്ഞിട്ടില്ല എന്ന് തിരിച്ചു പറയുകയും ചെയ്തു. തുടർന്ന് ആ വണ്ടിയിലുണ്ടായിരുന്ന എണ്ണ മുഴുവൻ ഈ ജീവനക്കാർ ഊറ്റിയെടുത്തു. ഇത് ചോദ്യം ചെയ്തപ്പോഴാണ് ഡിവൈഡറുകൾ വെച്ച് തലയടിച്ച് പൊട്ടിച്ചത് എന്ന് പറയുന്നു. പിന്നീട് നാട്ടുകാർ ചേർന്നാണ് ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. കയ്യാങ്കളിയിലേക്ക് ഈ എണ്ണയടിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം പരിസമാപ്തിയായി. അതിന് ഇപ്പോൾ പോലീസ് ഈ കേസിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്.